ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുകയാണ്. ഡൽഹിയിൽ മഴ വിമാന സർവീസുകളെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴയിൽ 3 പേർ മരിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒഴുകിപ്പോയ ഒരാൾക്കായി തിരച്ചിൽ തുടരുന്നു. മണ്ഡിയിൽ വ്യാപകമായ കൃഷിനാശവും ഉണ്ടായി. ദൃശ്യങ്ങൾ. ഉത്തരേന്ത്യയിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. ഡൽഹിയിൽ വിമാന സർവീസുകൾ വരെ കാര്യമായി ബാധിച്ചിരിക്കുന്നു. ഹിമാചലിൽ ഇന്നലെ രാത്രി മുതൽ പെയ്ത കനത്ത മഴയിൽ ജീവഹാനി ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ഡൽഹിയിൽ ചേർന്നുണ്ട്. അർജുൻ, ജീവാപായം ഉണ്ടായതുൾപ്പെടെയുള്ള പുതിയ റിപ്പോർട്ടുകൾ വരുന്നു. ഒപ്പം പുതിയ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ അവിടുത്തെ സാഹചര്യം എത്രത്തോളം ഭീതിതമാണ് എന്ന് വ്യക്തമാവുകയുണ്ട്. ഡൽഹിയിൽ വിമാന സർവീസുകളെ ഉൾപ്പെടെ ബാധിച്ചത് എങ്ങനെയാണ്? അക്കാര്യത്തിലൊക്കെ ഇപ്പോൾ എന്ത് ക്രമീകരണങ്ങൾ പുതുതായി ഏർപ്പെടുത്തപ്പെടുന്നുണ്ട്? പൊതുവിൽ സംസ്ഥാനങ്ങളുടെ സ്ഥിതി എങ്ങനെയാണ്? പ്രതീക്ഷ ഇന്ന് ഉച്ചവരെയെങ്കിലും കനത്ത മഴ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതിൽ ഡൽഹിയും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശുമാണ് ഏറ്റവും പ്രധാനം. ഇന്ന് രാവിലെ മുതൽ തന്നെ ഡൽഹിയിൽ കനത്ത മഴയാണ്. അതിൻ്റെ ഭാഗമായിട്ട് പലയിടത്തും റോഡുകളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വാഹന ഗതാഗതങ്ങളെല്ലാം തന്നെ അത് ബാധിച്ചിട്ടുണ്ട്. വിമാനത്താവളങ്ങളിലും ഈ വിമാനങ്ങൾ പുറപ്പെടുന്ന കാര്യത്തിലെല്ലാം തന്നെ ഇപ്പോൾ പല വിമാനങ്ങളും വൈകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാരോടെല്ലാം തന്നെ ഈ നേരിട്ട് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട ശേഷം മാത്രം വിമാനത്താവളത്തിലേക്ക് വരിക. ഒപ്പം തന്നെ റോഡിൽ പലതരത്തിലും ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ മെട്രോ ഉൾപ്പെടെയുള്ള ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഹിമാചൽ പ്രദേശിൽ മണ്ഡിയിൽ തന്നെയാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ള സ്ഥിതിയുള്ളത്. അവിടെ അർദ്ധരാത്രി മുതൽ തന്നെ ശക്തമായിട്ടുള്ള മഴയാണ്. ആളുകൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. 3 പേരുടെ മരണമാണ് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ ആളുകൾ കാണാതായി എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ NDRFും അതുപോലെ തന്നെ പോലീസും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മണ്ഡിയുടെ കാര്യം എടുത്താലും അതുപോലെ തന്നെ ഡൽഹി, ഉത്തരാഖണ്ഡ്, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും മഴ അത് ശമിക്കുന്നില്ല. ഇന്ന് ഉച്ചവരെയെങ്കിലും ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും. പക്ഷേ അടുത്ത 2-3 ദിവസമെങ്കിലും ഈ ഇപ്പോഴത്തെ പോലെ തന്നെ മഴയുള്ള കാലാവസ്ഥ തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അത് ജനങ്ങളുടെ ജീവിതത്തെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. പലതരത്തിലും ആളുകൾക്ക് പ്രശ്നമുണ്ടാകുന്നുണ്ട്. ഈ റോഡുകളിലടക്കം വെള്ളക്കെട്ട് രൂപപ്പെട്ടുകൊണ്ടും അതുപോലെ ഇപ്പോൾ ഹിമാചലിൽ പോലെ ഈ മലയോര പ്രദേശങ്ങൾ, മണ്ഡി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കൃഷിനാശം സംഭവിക്കുന്നു. വലിയ രീതിയിലുള്ള മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു, മണ്ണിടിച്ചിലുണ്ടാകുന്നു. അതിലൂടെ ആളുകളുടെ ജീവൻ ആപത്തിലുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ ആവർത്തിക്കപ്പെടുകയാണ്. എന്തായാലും അത് ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാരും എത്തിയിട്ടുണ്ട്. അധിക സേനയെ, അതായത് ഇപ്പോൾ NDRFിനെയാണ് ആദ്യഘട്ടത്തിൽ വിന്യസിച്ചിരിക്കുന്നത്. കൂടുതൽ സഹായമനുസരിച്ച് അല്ലെങ്കിൽ കൂടുതൽ ആവശ്യമനുസരിച്ച് സൈന്യത്തെ അടക്കം വിന്യസിക്കുന്ന നടപടികളിലേക്കും കടക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അതാത് സംസ്ഥാനങ്ങൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.